Applications of Gauss's theorem. Electric field of an infinite thin plane sheet of charge. Consider an infinite thin plane sheet of charge having a uniform surface charge density sigma on both sides of the sheet. Sigma is equal to charge by area. ഇവിടെ ഒരു ഇൻഫിനിറ്റ് ലെങ്ത്തും ബ്രെഡ്ത്തുമുള്ള തിക്നെസ് നിയർലി 0 ആയിട്ടുള്ള ഒരു ഷീറ്റ് ഓഫ് ചാർജാണ്. ഈ ഷീറ്റിൻ്റെ രണ്ട് ഫേസുകളിലും ചാർജ്, പോസിറ്റീവ് ചാർജ് യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സർഫസിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സർഫസ് ചാർജ് ഡെൻസിറ്റി ഉണ്ടായിരിക്കും. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ ഏരിയ. യൂണിറ്റ് ഏരിയയിൽ ഉൾക്കൊള്ളുന്ന ചാർജിനാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അത് സിഗ്മ എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. 2 മീറ്റർ സ്ക്വയർ ഏരിയയിൽ 10 കൂളോം ചാർജ് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ 1 മീറ്റർ സ്ക്വയറിൽ 5 കൂളോം ആയിരിക്കും. അപ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റി 5 കൂളോം പെർ മീറ്റർ സ്ക്വയർ ആകും. 3 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ 5 × 3 = 15 കൂളോം ചാർജ് ഉണ്ടായിരിക്കും. അപ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ ചാർജ് കണ്ടെയ്നിങ് ഇൻ ദാറ്റ് ഏരിയ. ദ ചാർജ് കണ്ടെയ്നിങ് ഇൻ യൂണിറ്റ് ഏരിയ ഈക്വൽ ടു സർഫസ് ചാർജ് ഡെൻസിറ്റി. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ സിഗ്മ. ഇവിടെ ഈ ഷീറ്റിന്റെ രണ്ട് ഫേസുകളിലും ഒരേ സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ് ഉള്ളത്. To find the electric field due to the charge sheet at a point P at a distance r from it, we choose a cylinder of area of cross section A through the point P as Gaussian surface. ഈ ഷീറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ ഈ ഷീറ്റിൽ നിന്ന് കുറച്ച് ദൂരത്തിൽ P എന്ന പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. P എന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ വേണ്ടി P ഉൾക്കൊള്ളുന്ന ഒരു സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. P സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസിന്റെ ഒരു എൻഡ് ഫേസിലാണ്. ഒരു സിലിണ്ടറിന് 2 എൻഡ് ഫേസുകൾ ഉണ്ടായിരിക്കും. അതിലെ ഒരു എൻഡ് ഫേസിലാണ് P എന്ന പോയിന്റ് ഉൾക്കൊള്ളുന്നത്. If E is the magnitude of the electric field at the point P, then the total electric flux through the Gaussian surface is given by phi is equal to surface integral vector E dot vector ds equal to surface integral E into ds equal to E into surface integral ds. Equation 1. ഇവിടെ കാണിച്ചിരിക്കുന്ന സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസിൽ 2 എൻഡ് ഫേസുകളിലൂടെ മാത്രമേ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കടന്നു പോവുകയുള്ളൂ. ഈ സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസിന്റെ കർവ്ഡ് സർഫസിലൂടെ ലൈൻ ഓഫ് ഫോഴ്സ് കടന്നു പോകില്ല. ഇതൊരു ഇൻഫിനിറ്റ് ലെങ്ത്തും ബ്രെഡ്ത്തും ഉള്ള ഷീറ്റായതിനാൽ ഈ ഷീറ്റിൽ നിന്ന് പുറപ്പെടുന്ന ലൈൻസ് ഓഫ് ഫോഴ്സ് ഷീറ്റിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അത്തരത്തിൽ വരുന്ന പരസ്പരം പാരലൽ ആയിട്ടുള്ള ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് സിലിണ്ടറിന്റെ 2 എൻഡ് ഫേസുകളിലൂടെയും കടന്നു പോകുന്നു. കർവ്ഡ് സർഫസിലൂടെ ഇത്തരത്തിലുള്ള ലൈൻസ് കടന്നു പോവുകയില്ല. അതുകൊണ്ട് P എന്ന പോയിന്റ് ഉൾക്കൊള്ളുന്ന എൻഡ് ഫേസിലെ ചെറിയ ഒരു ഏരിയ ds നമ്മൾക്ക് കൺസിഡർ ചെയ്യാം. ആ ds എന്ന ഏരിയയുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക് ഫ്ലക്സ് വെക്ടർ E ഡോട്ട് വെക്ടർ ds ആണ്. വെക്ടർ dsന്റെ ഡയറക്ഷനും വെക്ടർ ഇയുടെ ഡയറക്ഷനും ഒരേ ഡയറക്ഷനാണ്. വെക്ടർ ഇ ഷീറ്റിൽ നിന്ന്
പെർപെൻഡിക്കുലർ ആയിട്ട് പുറപ്പെടുന്ന ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ഡയറക്ഷൻ തന്നെയാണ്. ഡി എസിന്റെ ഡയറക്ഷൻ പി എന്ന പോയിന്റിൽ സിലിണ്ടറിന്റെ എൻഡ് ഫേസിന് നോർമലാണ്. അപ്പോൾ ഇവ രണ്ടും ഒരേ ഡയറക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് വെക്ടർ ഇ ഡോട്ട് വെക്ടർ ഡി എസ് ഇ ഇൻറ്റു ഡി എസ് എന്ന് എഴുതാം. നമുക്ക് ഈ ഒരു സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസിലൂടെ കടന്നു പോകുന്ന മുഴുവൻ ഫ്ലക്സും കണ്ടെത്തണം. അതിന് വെക്ടർ ഇ ഡോട്ട് വെക്ടർ ഡി എസ് എന്നതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. സർഫസ് ഇന്റഗ്രൽ വെക്ടർ ഇ ഡോട്ട് വെക്ടർ ഡി എസ് ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ ഇ ഇൻറ്റു ഡി എസ്. ഇവിടെ രണ്ട് എൻഡ് ഫേസിലും ഇയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആകുന്നത് കൊണ്ട് ഈ നമുക്ക് ഇന്റഗ്രേഷൻ പുറത്തേക്ക് എടുക്കാം. ദെർഫോർ ടോട്ടൽ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ ഗോസിയൻ സർഫസ് ഈക്വൽ ടു ഇ ഇൻറ്റു സർഫസ് ഇന്റഗ്രൽ ഡി എസ്, ഇക്വേഷൻ 1. ബട്ട് സർഫസ് ഇന്റഗ്രൽ ഡി എസ് ഇസ് ഈക്വൽ ടു 2a. രണ്ട് എൻഡ് ഫേസുകളിലൂടെയും കടന്നു പോകുന്ന ഫ്ലക്സ് ആണ് നമ്മളിവിടെ കണ്ടെത്തുന്നത്. രണ്ട് എൻഡ് ഫേസുകളുടെയും മൊത്തം ഏരിയ a പ്ലസ് a 2a. ഒരു എൻഡ് ഫേസിന്റെ ഏരിയ a എന്ന് തന്നിട്ടുണ്ട്. രണ്ട് എൻഡ് ഫേസുകളുടെയും മൊത്തം ഏരിയ 2a ആയിരിക്കും. ദെയർഫോർ സർഫസ് ഇന്റഗ്രൽ ഡി എസ് ഈക്വൽ ടു രണ്ട് എൻഡ് ഫേസുകളിലും ഉള്ള പോയിന്റ് സൈസിലുള്ള ഏരിയകൾ കൂട്ടിക്കൂട്ടി വന്നു കഴിഞ്ഞാൽ രണ്ട് എൻഡ് ഫേസുകളുടെയും മൊത്തം ഏരിയ കിട്ടും. അതാണ് 2a. അപ്പോൾ സർഫസ് ഇന്റഗ്രൽ ഡി എസ് എന്ന ഭാഗത്ത് 2a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഫൈ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു സർഫസ് ഇന്റഗ്രൽ ഡി എസ് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു 2a എന്ന് കിട്ടും, ഇക്വേഷൻ 2. അപ്പോൾ ഗോസ്സസ് തിയറത്തിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡായി. നെക്സ്റ്റ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഗോസ്സസ് തിയറം. The charge enclosed by the Gaussian surface Q is equal to sigma into A. ഇവിടെ ഷീറ്റിൽ ഗോസിയൻ സർഫസ് ഉൾക്കൊള്ളുന്ന ചാർജ് ഷീറ്റിലെ ഒരു സർക്കുലാർ ഏരിയയിൽ മാത്രം ഉൾക്കൊള്ളുന്ന ചാർജാണ്. ഈ സിലിണ്ടർ കടന്നു പോകുമ്പോൾ ആ സിലിണ്ടറിന്റെ ഉള്ളിൽ ഉള്ള ഷീറ്റിന്റെ ഭാഗം, ഒരു സർക്കുലാർ പോർഷനാണ് ഉള്ളിൽ ഉണ്ടാകുന്നത്. ആ സർക്കുലാർ ഏരിയയിൽ ഉള്ള ചാർജ് മാത്രമാണ് സിലിണ്ടറിക്കലായ ഗോസിയൻ സർഫസ് ഉൾക്കൊള്ളുന്നത്. അത്തരത്തിൽ ക്യാപിറ്റൽ എ എന്ന ഏരിയയിൽ ഉള്ള ചാർജ് സിഗ്മ ഇൻറ്റു എ. ഷീറ്റ് വളരെ തിൻ ആയതുകൊണ്ട് രണ്ട് ഫേസുകളിലും കാണപ്പെടുന്ന ചാർജുകൾ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് Q ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എ എന്ന് എഴുതാം, ഇക്വേഷൻ 3. Therefore, Q by epsilon is equal to Qന്റെ ഭാഗത്ത് സിഗ്മ എ എന്ന് കൊടുത്താൽ സിഗ്മ എ ബൈ epsilon. Now, according to Gauss's theorem, total flux linked with the Gaussian surface is equal to 1 by epsilon times charge enclosed by the surface. That is, phi is equal to Q by epsilon. Phiയുടെ ഭാഗത്ത് E into 2a എന്നും Q by epsilonന്റെ ഭാഗത്ത് സിഗ്മ എ ബൈ എപ്സിലോൺ എന്നും കൊടുത്തു കഴിഞ്ഞാൽ E into 2a is equal to സിഗ്മ എ ബൈ എപ്സിലോൺ. എ രണ്ട് വശത്തും ക്യാൻസൽ ചെയ്യാം. E equal to സിഗ്മ ബൈ 2 എപ്സിലോൺ എന്ന് ലഭിക്കും. ദാറ്റ് ഈസ് E equal to സിഗ്മ ബൈ 2 എപ്സിലോൺ, ഇക്വേഷൻ 6. That is, electric field at the point P will be E is equal to sigma by 2 epsilon. ഇവിടെ P എന്ന പോയിന്റിലേക്കുള്ള ദൂരം വന്നിട്ടില്ല. അതിനർത്ഥം ഇത്തരത്തിലുള്ളൊരു ഷീറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ദൂരത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതൊരു കോൺസ്റ്റന്റ് ആണ്. സിഗ്മ ഒരു കോൺസ്റ്റന്റ് ആണ്, എപ്സിലോൺ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു തിൻ ഷീറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. എത്ര ദൂരത്തിൽ പോയി കഴിഞ്ഞാലും ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ മാറുന്നതല്ല. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഡിസ്റ്റൻസ്. അത്തരത്തിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ പേര് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്നാണ്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇവിടെ പരസ്പരം പാരലൽ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എൻ
infinite plane sheet of charge of finite thickness. ഇൻഫിനിറ്റ് ലെങ്ത്തും ബ്രെഡ്ത്തും ഉള്ള ഒരു ഷീറ്റ് ഓഫ് ചാർജ്. ഈ ഷീറ്റിന് പക്ഷേ ഒരു ചെറിയ തിക്നെസ് ഉണ്ട്. അത്തരത്തിലുള്ള ചാർജ്ഡ് ഷീറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നമുക്ക് കണ്ടെത്തണം. കൺസിഡർ an infinite plane sheet of charge of finite thickness having a uniform surface charge density sigma on both sides of the sheet. ഇവിടെ തന്നിരിക്കുന്ന ഷീറ്റിൽ രണ്ട് ഫേസിലുമുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ തന്നെയാണ്. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ ഏരിയ. യൂണിറ്റ് ഏരിയയിൽ ഉൾക്കൊള്ളുന്ന ചാർജിനാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദ charged sheet at a point P at a distance r from it, we choose a cylinder of area of cross section A through the point P as Gaussian surface. ഇവിടെയും P എന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ വേണ്ടി P എന്ന പോയിന്റ് ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഒരു സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസ് ആണ് സങ്കല്പിച്ചിരിക്കുന്നത്. P എന്ന് പറയുന്ന പോയിന്റ് ഈ സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസിന്റെ ഒരു എൻഡ് ഫേസിലാണ്. എൻഡ് ഫേസിന്റെ ഏരിയ എ എന്ന് തന്നിട്ടുണ്ട്. ഇഫ് E is the magnitude of the electric field at the point P, then the total electric flux through the Gaussian surface is given by phi is equal to surface integral vector E dot vector ds equal to surface integral E into ds is equal to E into surface integral ds. Equation 1. ഇവിടെയും പി എന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇ ആണ്. അതിൻ്റെ ഡയറക്ഷൻ ഷീറ്റ് ഓഫ് ചാർജിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ ആയിരിക്കും. ഷീറ്റ് ഓഫ് ചാർജിൽ നിന്ന് പുറപ്പെടുന്ന ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എല്ലാം ഷീറ്റ് ഓഫ് ചാർജിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ആ ഡയറക്ഷനാണ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന് ഉണ്ടായിരിക്കുക. പി എന്ന പോയിന്റിലുള്ള ഒരു എലമെന്റൽ ഏരിയ കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഡയറക്ഷൻ വെക്ടർ ഡി എസിൻ്റെ ഡയറക്ഷൻ ആ സർഫസിന് നോർമലാണ്. വെക്ടർ ഇയുടെയും വെക്ടർ ഡി എസിൻ്റെയും ഡയറക്ഷൻ അതുകൊണ്ട് സെയിം ഡയറക്ഷനാണ്. therefore vector E dot vector ds will be equal to E into ds. ഇനി പി എന്ന പോയിന്റിലും അതുപോലെ ഇതേ സിലിണ്ടറിൻ്റെ റിയർ സൈഡിലുള്ള ഫേസിലും ഒരേ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. കാരണം ഈ രണ്ട് ഫേസുകളും ഷീറ്റിൽ നിന്ന് തുല്യ അകലത്തിലാണ്. ബൈ സിമെട്രി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ ടു ഫേസസ് വിൽ ബി ഓഫ് സെയിം മാഗ്നിറ്റ്യൂഡ്. സോ വി ക്യാൻ ടേക്ക് ഇ ഔട്ട്സൈഡ്. അപ്പോൾ ഈ നമുക്ക് ഇൻ്റഗ്രേഷൻ പുറത്തേക്ക് എടുക്കാം. phi is equal to E into surface integral ds. Equation 1. But surface integral ds is equal to 2a. രണ്ട് എൻഡ് ഫേസുകളിലുമുള്ള പോയിന്റ് സൈസിലായുള്ള അല്ലെങ്കിൽ എലമെന്റൽ ഏരിയ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2a എന്നുള്ള ഏരിയയാണ്. ഒരു എൻഡ് ഫേസിൽ ഉള്ള എലമെന്റൽ ഏരിയ മുഴുവൻ കൂട്ടിയാൽ എ എന്ന ഏരിയ കിട്ടും. രണ്ട് എൻഡ് ഫേസുകളിലുമുള്ള എല്ലാ എലമെന്റൽ ഏരിയയും കൂട്ടിക്കഴിഞ്ഞാൽ 2a എന്ന ഏരിയയാണ് കിട്ടുന്നത്. therefore phi is equal to E into surface integral ds is equal to E into 2a. Equation 2. ഗോസസ് തിയറത്തിന്റെ LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡായി. നെക്സ്റ്റ് the RHS of Gauss's theorem. The charge enclosed by the Gaussian surface Q is equal to sigma into 2a. ഇവിടെ സിലിണ്ടറിന്റെ ഉൾഭാഗത്തുള്ള ഷീറ്റിന്റെ ഏരിയ, അതിൽ ഉൾക്കൊള്ളുന്ന ചാർജ് എത്രയുണ്ട് എന്ന് നോക്കണം. അതാണ് ഗോസിയൻ സർഫസ് ഉൾക്കൊള്ളുന്ന ചാർജ്.
ഷീറ്റിൻ്റെ രണ്ട് ഫേസുകളിലുമുള്ള സർക്കുലാർ ഏരിയ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇവ രണ്ടും രണ്ട് വ്യത്യസ്തമായ ചാർജുകളാണ്. അപ്പോൾ രണ്ട് ഫേസുകളിലും ഉള്ള മൊത്തം ചാർജ് സിഗ്മ ഇൻറ്റു 2a ആയിരിക്കും. Q is equal to sigma into 2a. Different charge is appeared on both sides of the thick sheet. Therefore, Q by epsilon is equal to sigma into 2a by epsilon. Equation 4. According to GAUSS'S theorem, phi is equal to Q by epsilon. Equation 5. That is total flux linked with the Gaussian surface is equal to 1 by epsilon times Q. Phiയുടെ ഭാഗത്ത് E into 2a എന്നും Q by epsilon എന്നതിൻ്റെ ഭാഗത്ത് sigma into 2a by epsilon എന്നും കൊടുത്തു കഴിഞ്ഞാൽ E into 2a is equal to sigma into 2a by epsilon എന്ന് കിട്ടും. രണ്ട് വശത്തുമുള്ള a, 2 എന്നിവ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ E is equal to sigma by epsilon എന്ന് കിട്ടും. Therefore, E is equal to sigma by epsilon. ഇവിടെയും ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഡിസ്റ്റൻസ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ കോൺസ്റ്റന്റ്. സിഗ്മ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അതുപോലെ അബ്സിലോൺ മീഡിയത്തിന്റെ കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ഒരു തിക്ക് ഷീറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡും യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു തിക്ക് ഷീറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പരസ്പരം പാരലൽ ആയിരിക്കും. എത്ര ദൂരം പോയാലും ഇലക്ട്രിക് ഫീൽഡിന് ഒരേ വാല്യൂ തന്നെയാണ് ഉണ്ടായിരിക്കുക. E is independent of the distance. E is a constant. Electric field due to a uniformly charged spherical shell. യൂണിഫോം ആയിട്ട് ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സ്ഫെറിക്കൽ ഷെല്ല് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. കൺസിഡർ എ തിൻ സ്ഫെറിക്കൽ ഷെൽ ഓഫ് സെന്റർ O and radius capital R having surface charge density sigma. Consider a point P at a distance small r from the center O of the spherical shell. ഇവിടെ ഒരു യൂണിഫോം ആയിട്ട് ചാർജ്ഡ് ആയിട്ടുള്ള സ്ഫെറിക്കൽ ഷെല്ല് ഉണ്ട്. പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അതിൻ്റെ സർഫസിൽ എല്ലായിടത്തും ചാർജ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്ന് തന്നിട്ടുണ്ട്. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ഏരിയ. യൂണിറ്റ് ഏരിയയിൽ ഉൾക്കൊള്ളുന്ന ചാർജിനാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഈ സ്ഫിയറിൻ്റെ സെൻറ്ററിൽ നിന്ന് സ്മാൾ ആർ എന്ന ദൂരത്തിലുള്ള ഒരു പോയിന്റ് പി, അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടെത്തേണ്ടത്. സ്ഫിയറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. ഇവിടെ 3 കേസുകൾ ഉണ്ട്. നമ്പർ 1, small r greater than capital R. Number 2, small r is equal to capital R. Number 3, small r less than capital R. ഈ 3 കേസുകളും ഓരോന്നായി പരിശോധിക്കാം. കേസ് 1, the point P lies outside the spherical shell. That is small r greater than capital R. Let us consider a spherical shell of radius small r through the point P as Gaussian surface as shown in the figure. Let E be the electric field at the point P. Since the field due to the charged spherical shell is radial and spherically symmetrical, the field has same magnitude and is along normal to the surface. Therefore, the total electric flux through the Gaussian surface is given by phi is equal to surface integral vector E dot vector ds is equal to surface integral E into ds equal to E into surface integral ds. Equation 1. ഇവിടെ നമ്മൾ P എന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടെത്തേണ്ടത്. P എന്ന പോയിന്റ് ചാർജ്ഡ് സ്ഫിയറിന് പുറമേയുള്ള ഒരു പോയിന്റാണ്. P എന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ P എന്ന പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു സ്ഫിയർ മറ്റൊരു സ്ഫിയറിനെ ഗോസിയൻ സർഫസായി സങ്കല്പിക്കുക. ഈ രണ്ട് സ്ഫിയറുകളുടെയും സെന്റർ ഒന്ന് തന്നെയാണ്.
these two spheres are concentric to each other. പി എന്ന പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു സ്ഫെറിക്കൽ ഷെല്ലാണ് ഗോസിയൻ സർഫസായി എടുത്തിരിക്കുന്നത്. ഈ ഗോസിയൻ സർഫസിൽ എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് ഒരേ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. കാരണം ഈ രണ്ട് സ്ഫിയറുകളും കോൺസെൻട്രിക് ടു ഈച്ച് അതർ, ഒന്ന് മറ്റൊന്നിന് കോൺസെൻട്രിക് ആണ്. അതുകൊണ്ട് തന്നെ ഗോസിയൻ സർഫസിലെ എല്ലാ പോയിന്റുകളും ഒരേ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കാനാണ് സാധ്യത. അതിന് ഇ എന്ന് നമുക്ക് പറയാം. ഗോസിയൻ സർഫസിലെ ഒരു എലമെന്റൽ ഏരിയ ഡി എസ്, ആ ഡി എസിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടെത്താൻ നമുക്ക് വെക്ടർ ഇ ഡോട്ട് വെക്ടർ ഡി എസ് എന്ന് ചെയ്യാം. ഒരു സ്ഫിയറിന്റെ സർഫസിൽ നിന്ന്, ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയറിന്റെ സർഫസിൽ നിന്ന് ലൈൻസ് ഓഫ് ഫോഴ്സ് പുറപ്പെടുന്നത് എല്ലായ്പ്പോഴും റേഡിയൽ ആയിരിക്കും. അത്തരത്തിൽ റേഡിയലായി പുറപ്പെടുന്ന ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് രണ്ടാമത് കാണിച്ചിരിക്കുന്ന ഗോസിയൻ സർഫസിലൂടെ റേഡിയലായി തന്നെ കടന്നു പോകും. അതുകൊണ്ട് തന്നെ ഗോസിയൻ സർഫസിലെ എല്ലാ പോയിന്റുകളിലും ഇലക്ട്രിക് ഫീൽഡ് സർഫസിന് നോർമൽ ആയിരിക്കും, അല്ലെങ്കിൽ റേഡിയൽ ആയിരിക്കും. ഗോസിയൻ സർഫസിലെ എല്ലാ പോയിന്റുകളിലും എലമെന്റൽ ഏരിയയുടെ ഡയറക്ഷൻ, ഏരിയ വെക്ടറിന്റെ ഡയറക്ഷനും സർഫസിന് ഓരോ പോയിന്റുകളിലും നോർമൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡും അതുപോലെ എലമെന്റൽ ഏരിയ വെക്ടറും ഒരേ ഡയറക്ഷൻ തന്നെയായിരിക്കും. ഗോസിയൻ സർഫസിലെ എല്ലാ പോയിന്റുകളിലും ഇലക്ട്രിക് ഫീൽഡിനും ഏരിയ വെക്ടറിനും ഒരേ ഡയറക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് വെക്ടർ ഇ ഡോട്ട് വെക്ടർ ഡി എസ് എന്നത് ഇ ഇൻറ്റു ഡി എസ് എന്ന് എഴുതാം. ഗോസിയൻ സർഫസുമായി ബന്ധപ്പെട്ട മൊത്തം ഫ്ലക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് സർഫസ് ഇൻ്റഗ്രേഷൻ നടത്താം. therefore സർഫസ് ഇൻ്റഗ്രൽ വെക്ടർ ഇ ഡോട്ട് വെക്ടർ ഡി എസ് ഇസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഇ ഇൻറ്റു ഡി എസ് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു സർഫസ് ഇൻ്റഗ്രൽ ഡി എസ്. ഈ എല്ലായിടത്തും ഒരേ വാല്യൂ ആകുന്നതുകൊണ്ട് ഈ നമുക്ക് ഇൻ്റഗ്രേഷൻ പുറമേക്ക് എടുക്കാം. സോ ഫൈ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു സർഫസ് ഇൻ്റഗ്രൽ ഡി എസ്, ഇക്വേഷൻ 1. നൗ സർഫസ് ഇൻ്റഗ്രൽ ഡി എസ് ഈസ് ഈക്വൽ ടു 4π ഇൻറ്റു സ്മാൾ ആർ സ്ക്വയർ. ഗോസിയൻ സർഫസിലെ ഓരോ പോയിന്റുകളുടെയും ഏരിയ ആണ് ഡി എസ്. അത്തരത്തിലുള്ള ഡി എസ് ഏരിയകൾ കൂട്ടിക്കൂട്ടി ഗോസിയൻ സർഫസിലെ മുഴുവൻ സർഫസിലും ഉള്ള എലമെന്റൽ ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗോസിയൻ സർഫസിന്റെ ഏരിയ തന്നെയാണ് കിട്ടുന്നത്. ഗോസിയൻ സർഫസിലുള്ള ഓരോ പോയിന്റുകളിലുമുള്ള എലമെന്റൽ ഏരിയ കൂട്ടിക്കൂട്ടി വന്നു കഴിഞ്ഞാൽ ഗോസിയൻ സർഫസിന്റെ സർഫസ് ഏരിയ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. therefore സർഫസ് ഇന്റഗ്രൽ ഡി എസ് ഇസ് ഈക്വൽ ടു 4π r square, 4π small r square, which is the surface area of the Gaussian surface. Therefore phi is equal to E into surface integral ds. സർഫസ് ഇന്റഗ്രൽ ഡി എസ് എന്ന ഭാഗത്ത് 4π r square എന്ന് കൊടുത്താൽ phi is equal to E into 4π small r square, equation 2. ഗോസസ് തിയറത്തിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡായി. ഇനി ഗോസസ് തിയറത്തിന്റെ RHS റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോസിയൻ സർഫസ് Q is equal to sigma into 4π capital R square. ക്യാപിറ്റൽ ആർ എന്ന റേഡിയസ് ഉള്ള ചാർജ്ഡ് സ്ഫിയർ, അതിൻ്റെ സർഫസിലെ എല്ലാ ചാർജും ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിലാണ്. ഈ ചാർജ്ഡ് സ്ഫിയറിൻ്റെ സർഫസിൽ ഉള്ള മൊത്തം ചാർജ് കണക്കാക്കാൻ നമുക്ക് സിഗ്മ കൊണ്ട് ചാർജ്ഡ് സ്ഫിയറിൻ്റെ സർഫസ് ഏരിയയെ മൾട്ടിപ്ലൈ ചെയ്യാം. therefore the total charge on the surface of the charged sphere is equal to sigma into 4π capital R square. Therefore the charge enclosed by the Gaussian surface, which is equal to the total charge containing in the charged sphere, Q is equal to sigma into 4π capital R square. Therefore Q by epsilon is equal to
sigma into 4 pi capital R square divided by epsilon. ഇതാണ് ഗോസ്സസ് തിയറത്തിന്റെ RHS. Now according to Gauss's theorem, total flux linked with the Gaussian surface is equal to Q by epsilon. Total flux ഫൈയുടെ ഭാഗത്ത് E into 4 pi small r square എന്നും Q by epsilon ന്റെ ഭാഗത്ത് സിഗ്മ ഇൻറ്റു 4 പൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ ബൈ എപ്സിലോൺ എന്നും കൊടുത്തു കഴിഞ്ഞാൽ ഇ ഇൻറ്റു 4 പൈ സ്മോൾ ആർ സ്ക്വയർ is equal to സിഗ്മ ഇൻറ്റു 4 പൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ ബൈ എപ്സിലോൺ എന്ന് കിട്ടും. 4 പൈ രണ്ട് വശത്തും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇ is equal to സിഗ്മ ബൈ എപ്സിലോൺ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ ബൈ സ്മോൾ ആർ സ്ക്വയർ എന്ന് കിട്ടും. ഇക്വേഷൻ 6. Therefore, electric field produced by a spherical charged body outside the spherical charged body E is equal to sigma by epsilon into capital R square by small r square. ഇവിടെ sigma by epsilon into capital R square ഒരു കോൺസ്റ്റന്റ് ആണ്. Therefore, electric field outside the charged sphere is proportional to 1 by R square. Case 2. Point P lies on the surface of the spherical shell. That is small r equal to capital R. ഇവിടെ ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ചാർജ്ഡ് ബോഡിയുടെ സർഫസ് തന്നെയാണ്. അപ്പോൾ ഈ സ്ഫെറിക്കൽ ചാർജ്ഡ് ബോഡി റേഡിയസ് r അതിൻ്റെ സർഫസ് തന്നെ ആയിട്ടുള്ളൊരു ഗോസിയൻ സർഫസ് സങ്കല്പിച്ചാൽ സ്മാൾ r ബിക്കംസ് ഈക്വൽ ടു ക്യാപിറ്റൽ R എന്നായിരിക്കും. ഈ ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിൽ തന്നെയാണ് സ്ഫെറിക്കൽ ചാർജ്ഡ് ബോഡി. അതുകൊണ്ട് ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിൽ ഈ സ്ഫെറിക്കൽ ചാർജ്ഡ് ബോഡിയുടെ എല്ലാ ചാർജുകളും ഉൾക്കൊള്ളുന്നു എന്ന് സങ്കല്പിക്കാം. We have for a spherical charged body, the electric field produced outside of it is E equal to sigma by epsilon into capital R square by small r square. Substituting small r equal to capital R, we get E is equal to sigma by epsilon. Therefore, electric field on the surface of the charged sphere E is equal to sigma by epsilon എന്നാണ് കിട്ടുന്നത്. ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. Case 3. Point P lies inside the spherical shell. That is, small r is less than capital R. ഇവിടെ പോയിന്റ് P, ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ട പോയിന്റ് P സ്ഫെറിക്കലി ചാർജ്ഡ് ആയുള്ള സ്ഫിയറിൻ്റെ ഉള്ളിലെ ഒരു പോയിന്റാണ്. P എന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ P എന്ന് പറയുന്ന പോയിന്റ് ഉൾക്കൊള്ളുന്ന മറ്റൊരു സ്ഫെറിക്കൽ സർഫസ് ഗോസിയൻ സർഫസായി സങ്കല്പിക്കാം. അപ്പോൾ ഗോസിയൻ സർഫസ് സ്ഫെറിക്കലി ചാർജ്ഡ് ആയുള്ള ബോഡിയുടെ ഉൾഭാഗത്താണ്. ഇൻ ദിസ് കേസ്, the Gaussian surface through the point P will not enclose any charge. Hence, electric field inside the spherical shell is 0. That is, electric field will be 0. ഒരു ചാർജ്ഡ് ഷെല്ലിൻ്റെ ഉൾഭാഗത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ചാർജ്ഡ് ഷെല്ലിൻ്റെ ഉൾഭാഗത്ത് ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. The vanishing of electric field inside a cavity in a conductor is called electrostatic shielding. ഒരു കണ്ടക്ടറിൻ്റെ ഉൾഭാഗത്ത് ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഈ കണ്ടക്ടർ സോളിഡ് കണ്ടക്ടർ ആയാലും ഹോളോ കണ്ടക്ടർ ആയാലും, ഒരു സോളിഡ് സ്ഫിയർ, ഹോളോ സ്ഫിയർ എന്നിവയിലെല്ലാം ഇലക്ട്രിക് ഫീൽഡ് ഉൾഭാഗത്ത് 0 ആയിരിക്കും. ഒരു മെറ്റാലിക് സ്ട്രക്ചറിൽ ചില കാവിറ്റീസ് ഉണ്ടെങ്കിലും ഈ കാവിറ്റീസിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. The vanishing of electric field inside a cavity in a conductor is called electrostatic shielding. That is, electric field will be 0 inside the cavity in metallic structure. That is electrostatic shielding. During lightning, it is safest to be inside a car rather than near a tree or in an open ground. ഇടിമിന്നൽ ഉള്ള സമയത്ത്
ഒരു കാറിനുള്ളിൽ ഇരിക്കുന്നതാണ് പുറമേ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയി നിൽക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഓപ്പൺ സ്പേസിൽ ഓപ്പൺ ഗ്രൗണ്ടിൽ നിൽക്കുന്നതിനേക്കാൾ സുരക്ഷിതം എന്ന് പറയാറുണ്ട്. ഇതിന് കാരണം ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ആണ്. കാറിൻ്റെ ബോഡി ഒരു മെറ്റാലിക് സ്ട്രക്ചറാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന നമുക്ക് ഇത്തരത്തിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നു. ഒരു കാറിൻ്റെ ഉള്ളിലേക്ക് ഇലക്ട്രിക് ഫീൽഡിന് കയറാൻ സാധ്യമല്ല. To protect certain instruments from external electric field, we can enclose them inside metal boxes called Faraday cages. ചില ഉപകരണങ്ങൾ അത് ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അവയെ മെറ്റാലിക്കായുള്ള ബോക്സുകളിൽ വെക്കാറുണ്ട്. ഇത്തരത്തിലുള്ള മെറ്റാലിക് ബോക്സുകളെ ഫാരഡേ കേജസ് എന്ന് പറയാറുണ്ട്. Electrostatic shielding. Electrostatic shielding is the method of protecting a certain region of space or any sensitive instrument from the influence of the external field produced by an electric charge. Instruments used for measuring high voltage are protected from intense electric field by enclosing them in hollow conductors called Faraday's cages. Faraday's cage. The fact that there is no electric field inside a closed conductor when it contains no charged bodies was demonstrated by Michael Faraday. He made for himself a large wire cage supported on insulators and sat inside with electroscopes, which were electric field detectors. Faraday observed that there was no deflection of leaves of the electroscope placed inside the cage when the cage was charged by an induction machine, and also he could sit comfortably inside the cage. The hollow conductors used to protect any person or instruments from intense electric fields are called Faraday cages. To prevent charges in one place from setting up an electric field beyond their immediate neighborhood, surround the charges with a Faraday cage and connect the cage to the earth. The charge induced on the outside of the cage then runs to the earth, and there is no external field. When a cage is used to shield something inside it, it does not have to be earthed. Let us see how a sensitive instrument is shielded from an external field. The instrument to be protected is placed inside a conducting box, usually made of copper. The external field pushes the electrons on the conductor to one side, thus creating a net positive charge on the other side. The distribution of charges produces an additional electric field, and according to Gauss's law, the total field at every point inside the conductor is zero. Thus, the conductor protects the instrument from an external field. The concept of electrostatic shielding is used to shield the wires carrying audio signals from the external electric fields produced due to atmospheric electricity or electric sparks.